നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. 2 കൊല്ലം മുമ്പ് PSG-യെക്കുറിച്ച് എന്തൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത് നിങ്ങൾക്കറിയാലോ. കണ്ടൻ ലീഗിൽ കളിക്കുന്ന ടീം. നെയ്മറും മെസ്സി എംബാപ്പയൊക്കെ കളിച്ച ഘട്ടത്തിലൊക്കെ അത്തരത്തിലുള്ള എത്ര അവഹേളനങ്ങൾ കേട്ടിട്ടുണ്ട്. ഇപ്പം എന്തായി? അപ്പോൾ വരേണ്ട ഒരു കോച്ച് വന്നപ്പോൾ PSG യൂറോപ്പിലെല്ലാവരും ഭയക്കുന്ന ടീമായിട്ടൊക്കെ മാറി. അതാണ് കാര്യം. അത്രേ ഉള്ളൂ. പണി അറിയാവുന്നതിൻ്റെ കയ്യിൽ ആ ഉപയോഗിക്കാനുള്ള യന്ത്രം അല്ലെങ്കിൽ ആയുധം ലഭിച്ചാൽ അയാൾ നന്നായിട്ട് പണി ചെയ്യും. അതാണ് ലൂയിസ് എൻറിക്ക് അവിടെ ചെയ്യുന്നത്. ഇപ്പോൾ ഭയമാണ്, എതിരാളികൾക്കൊക്കെ ഭയമാണ് PSG-യെ. കഴിഞ്ഞ തവണ കിരീടം ചൂടി മാത്രമല്ല, ഇത്തവണ സെമിയിൽ ആദ്യ പാദത്തിൽ ബയേൺ മ്യൂണിക്കിനെ തോൽപ്പിച്ചിട്ട് അങ്ങ് നിൽക്കുന്ന ഒരു നിൽപ്പാണ്. PSG-യുടെ കഴിഞ്ഞ 10 ചാമ്പ്യൻസ് ലീഗ് നോക്കൗട്ട് ഗെയിംസ് ഒന്ന് നോക്കണം. PSG ഈസ് അൺബീറ്റൺ. അമ്പന്മാരല്ലേ അവരോട് മുട്ടിയത്. എന്നിട്ട് എന്തേ? അതാണ് വിളിക്കടാ ഒന്നുകൂടി കണ്ടൻ ലീഗ് എന്ന്. ഒരുപാട് പേരുണ്ടായിരുന്നില്ല അങ്ങനെ. ഫാമേഴ്സ് ലീഗ്, കണ്ടൻ ലീഗ്, കണ്ടൻ ടീം, ഫാമേഴ്സ് ടീം എന്നൊക്കെ പറയടാ, വിളിക്കടാ. ആരും കാണാനല്ലോ. ഇപ്പോൾ നോക്കുക, ചാമ്പ്യൻസ് ലീഗ് നോക്കൗട്ട് ഗെയിംസിൽ അവസാനം കളിച്ച 10 ഗെയിമുകളിൽ 9 എണ്ണവും PSG ജയിച്ചു. ഒരു സമനില. വിൻ റേറ്റ് എത്ര അറിയോ? സക്സസ് റേറ്റ് 93.3%. വെക്കടാ ഇതിന് മേലെ ഒന്ന്. 30 ഗോളുകൾ അടിച്ചു അവർ ആ 10 കളികളിൽ നിന്ന്. തിരികെ വാങ്ങിയത് വെറും 11 ഗോളുകൾ, 5 ക്ലീൻ ഷീറ്റുകൾ, 35 ബിഗ് ചാൻസുകൾ ക്രിയേറ്റ് ചെയ്തു. പെർ ഗോൾ 5.2 ഷോട്ടുകളാണ് അവരെടുത്തത്. ആവറേജ് 5.2 ഷോട്ടുകളിൽ നിന്ന് ഒരു ഗോൾ വന്നിട്ടുണ്ട്. ഗോൾ കൺസീഡ് ചെയ്തതോ 10.5 ഷോട്ട്സ് പെർ ഗോൾ കൺസീഡഡ്. ബോൾ പൊസിഷൻ 58.7%. അക്ഷരാർത്ഥത്തിലെ യൂറോപ്പെ PSG ഭരിക്കുകയാണ്. വിളിക്കടാ പഴയ വിളി, കണ്ടൻ ലീഗ്, കണ്ടൻ ടീം എന്ന്. ഏത് വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.